Hi friends, welcome back to Easy Handworks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലസ്റ്റർ സ്റ്റിച്ച് ആണ്. ക്ലസ്റ്റർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡയമണ്ട് ഷേപ്പ് ഫിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഡയമണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ ഡയമണ്ടും ഒരു വലിയ ഡയമണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പും ഞാനൊരു വീഡിയോ ക്ലസ്റ്റർ സ്റ്റിച്ചിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൽ പെറ്റൽ ഷേപ്പാണ് നമ്മൾ ക്ലസ്റ്റർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്തെടുത്തത്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ കാണുന്നത് ഗോൾഡൻ ത്രെഡ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്ലസ്റ്റർ സ്റ്റിച്ച് ഡിസൈനാണ് ഡയമണ്ട് ഷേപ്പിൽ. ഗോൾഡൻ ത്രെഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇരിക്കണേന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ ഒന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഏത് വലുപ്പത്തിലുള്ള ഡയമണ്ട് ഷേപ്പാണോ വേണ്ടത് ആ വലുപ്പത്തിൽ ഒരു പേപ്പർ കട്ടിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡയമണ്ട്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പേപ്പർ കട്ടിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് മാർക്ക് ചെയ്ത് വെക്കണം. അത് ശ്രദ്ധിക്കാനുള്ളത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഈവൻ നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കണം. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 10 അങ്ങനെ അത്രയും ലൈൻസ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഡയമണ്ട് ഷേപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവൻ നമ്പർ ഓഫ് ലൈൻസ് മാർക്ക് ചെയ്താലും നമുക്കത് ഡയമണ്ട് ഷേപ്പായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം അതിൻ്റെ എൻഡ് പോയിന്റ്സ് ഇതുപോലെ ഫാബ്രിക്കുമേ ഓരോ ഡോട്ടിട്ട് അടയാളപ്പെടുത്തി വെക്കണം. പിന്നീട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്ലസ്റ്റർ സ്റ്റിച്ചിൻ്റെ ബേസ് ആയിട്ട് വരാം. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 കളർ ത്രെഡ്സ് ആണ്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും. ഇത് രംഗോളി ബ്രാൻഡിൻ്റെ ത്രെഡ്സ് ആണ്. നമ്മുടെ സാധാരണ സ്ട്രാൻഡഡ് കോട്ടൺ എംബ്രോയ്ഡറി ത്രെഡ്സ് ആണ്. ഇതിൻ്റെ 6 സ്ട്രാൻഡ്സും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഡോട്ട്സ് ജോയിൻ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഫാബ്രിക്കിൻ്റെ അതേ കളറിലുള്ള സാധാരണ നൂലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലാണ്. അതെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ അതേ കളറിലുള്ള നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതൊരു അപാകതയായിട്ട് വേറിട്ട് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആവുന്നതും ഫാബ്രിക്കിൻ്റെ അതേ കളറിലുള്ള നൂലെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ നൂലിൽ നിന്ന് ഞാനൊരു 6 ലെയേഴ്സ് ആവശ്യത്തിന് ലെങ്ത്തിന് മുറിച്ചെടുത്തിട്ട് സൂചിയും കൂടെ ഒരുമിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റം നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒരറ്റം ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോട്ട്സൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഫാബ്രിക് ഹൂപ്പുമ്മ ഒന്ന് ടൈറ്റാക്കി ഫിക്സ് ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ചസൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണിത്. നമ്മുടെ ഹൂപ്പുമ്മ ഈ ഫാബ്രിക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് നല്ല ടൈറ്റാക്കിയിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഓരോ ഡോട്ട്സായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചതുപോലെ ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടലി വരുന്ന ഡോട്ട്സുകൾ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് നമ്മൾ സൂചി വലിക്കണം. എന്നിട്ട് ഈ ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ചസും നല്ല ടൈറ്റിൽ നിർത്തണം. എന്നാലും നമ്മൾ പിന്നീട് ഈ ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ഭംഗിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ അത് വലിഞ്ഞിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നല്ല ടൈറ്റിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ 2 ഡയമണ്ട്സും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഡോട്ടുമേന്ന് തുടങ്ങി മറ്റേ ഡോട്ട് വരെ, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഡോട്ടുമേന്ന് തൊട്ട് ഇപ്പുറത്തെ ഡോട്ടിലേക്ക് വരാം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഡോട്ടിന് അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ ചെയ്ത് അവസാനത്തെ സ്റ്റിച്ച് എത്തണ വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്നിട്ട് അവസാനത്തെ സ്റ്റിച്ച് കഴിയുമ്പോൾ പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ചെറിയ ഡയമണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളർ ത്രെഡാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ലെങ്ത്തിന് കട്ട് ചെയ്തിട്ട് സൂചിമിക്കൂടെ കോർത്തു. എന്നിട്ട് രണ്ടറ്റവും കൂട്ടി നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ ഏകദേശം കറക്റ്റ് നടുവിലത്തെ പോയിന്റിലായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് മേളിലത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിൽക്കൂടെ സൂചി ഒന്ന് വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ആദ്യം കാണുന്ന സ്റ്റിച്ചിനെയും രണ്ടാമത്തെ സ്റ്റിച്ചിനെയും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ പോവാം. ത്രെഡ് കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെയും ആദ്യത്തെ സ്റ്റിച്ചിൻ്റെയും അടിയിൽക്കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഒന്ന് റൗണ്ടായി കിട്ടും. എന്നിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തിട്ട്
ആ ത്രെഡ്സിനെയൊക്കെ ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് നിർത്തണം. നൂല് കയറി ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി ഒരു ഭംഗിയിലാക്കി ഒന്ന് എംബോസ് ലുക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തണം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മേളിൽ നമുക്ക് 2 റൗണ്ട്സ് വരുന്ന ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഡിസൈനിൽ ഈ ക്ലസ്റ്റർ സ്റ്റിച്ചിൽ 2 റൗണ്ട്സ് ആണ് ചെയ്തെടുക്കുന്നത്. ഓരോ ക്ലസ്റ്റർ സ്റ്റിച്ചിലും 2 റൗണ്ട്സ് ആണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് പോവാണ്. താഴത്തെ 2 റോസിലേക്ക് പോവാണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും റോസിൻ്റെ ഇടയിലുള്ള സ്റ്റിച്ചുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി താഴത്തെയും മേളിലത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പാസ് ചെയ്തെടുക്കുക. ഒപ്പം തന്നെ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ സൂചി ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നൂല് ഒക്കെ ഒന്ന് ഒപ്പത്തിനാക്കി നിർത്താം. ഇനി നമുക്ക് പോകേണ്ടത് ആദ്യം ചെയ്ത ക്ലസ്റ്റർ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ സൂചി എടുക്കുമ്പോൾ താഴത്തെയും അതുപോലെ ഒരു ഡയഗണൽ രീതിയിൽ സൂചി ഒന്ന് പാസ് ചെയ്ത് അപ്പുറത്തോട്ട് മേളിലായിട്ട് എടുക്കണം. എന്നിട്ട് ഈ സ്റ്റിച്ചിനെ ഒന്ന് ഭംഗിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്ലഫി ആയിട്ട് നിർത്താം. ഇങ്ങനെ ഓരോ ക്ലസ്റ്റർ സ്റ്റിച്ചിലും ഇതുപോലെ 2 റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഇവിടെ താഴത്തെയും മേളത്തെയും സ്റ്റിച്ചസിൻ്റെ അടിയിൽ കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക ഇതുപോലെ. അതിനുശേഷം സൂചി ഒന്ന് ആ റൗണ്ട്സിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് നൂലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. വീണ്ടും താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം ഒന്ന് സൂചി പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 റൗണ്ട്സിൻ്റെ ഇഫക്റ്റ് ആയിക്കോളും. വീണ്ടും ഓരോ പ്രാവശ്യം സൂചി റൗണ്ട്സിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നെടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കണം. ഇനി നമ്മൾ താഴത്തെ റോയിലേക്ക് വരാണ്. അപ്പോൾ താഴത്തെയും മേളിലത്തെയും റോയിൻ്റെ അടിയിൽ കൂടെ ഒന്ന് സൂചി ഇതുപോലെ പാസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു റൗണ്ടായി. ഇനി നമുക്ക് ഇവിടെയാണ് സ്റ്റിച്ച് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു സൂചിയിൽ വൈറ്റ് കളർ ത്രെഡ് നമ്മൾ കോർത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ലെങ്ത്തിന് ത്രെഡ് കോർത്തിട്ട് 2 അറ്റം കൂട്ടിക്കെട്ടി നോട്ടിട്ട് വെക്കാം. എന്നിട്ട് ഈ കാണുന്ന ആ പോയിന്റിലായിട്ട് സെൻറ്റർ പോയിന്റിലായിട്ട് സൂചി താഴത്ത് മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് 2 കളേഴ്സ് കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നടുക്കിൽ വൈറ്റ് വരാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആ നൂലൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെയൊക്കെ അടിയിൽ കൂടെ സൂചി മേളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരണം. ആ രീതിയിൽ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നൂലുകളൊന്നും കയറി ഇറങ്ങിയിരിക്കുന്നത് അവിടെ കാണാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വീണ്ടും ഒന്ന് സൂചി താഴത്തെയും മേളിലത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വൈറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഈ സെൻറ്ററിൽ മാത്രം വൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണോ സൂചി കൊണ്ടുവന്നത് അത് അവിടെ തന്നെ ആ പോയിന്റിൽ തന്നെ സൂചി താഴത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി ഒന്ന് പാസ് ചെയ്തിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോവാണ്. മുൻപ് വന്ന ഹോളിൽ കൂടെ തന്നെ തിരിച്ചു കൊണ്ടുപോവാണ് താഴത്തേക്ക്. അപ്പം ഇത് റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്ലസ്റ്റർ സ്റ്റിച്ച് ഒന്ന് ഭംഗിയിൽ ഫ്ലഫി ആക്കി നിർത്തിയതിന് ശേഷം നമുക്കത് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഡയഗണലി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പാസ് ചെയ്ത് കൊണ്ടുവരണം സൂചീനെ. സൂചി ആദ്യം ഇതുപോലെ താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ക്ലസ്റ്റർ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ഭംഗിയിൽ ഫ്ലഫി ആക്കിയിട്ട് ഒന്ന് നിർത്തണം. ഫ്ലഫി മീൻസ് ഒന്ന് ഒരു എംബോസ്ഡ് ലുക്ക് വരുമ്പോഴാണ് ഈ സ്റ്റിച്ചസിന് ഭംഗി ഉണ്ടാവുക. അതിനുശേഷം ഡയഗണലി സൂചി അപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പാസ് ചെയ്തെടുക്കുക. എല്ലാ നൂലുകളുടെ അടിയിൽ കൂടെ വേണം എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തി. ഇനി അവിടെ വീണ്ടും താഴത്തെ സ്റ്റിച്ചിനെയും മേളത്തെ സ്റ്റിച്ചിനെയും അടിയിൽ കൂടെ സൂചി പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റൗണ്ടായി. ഇപ്പം നമ്മൾ ഏകദേശം നടുക്ക് വരെ എത്തി. ഇനി നമ്മളുടെ പാറ്റേൺ നോക്കിയാൽ അറിയാം ഇനി താഴത്തേക്ക് 2 സ്റ്റിച്ചാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ 1 സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടുക. നമുക്കിനി നൂല് വരേണ്ടത് ഇപ്പം ചെയ്ത സ്റ്റിച്ചിൻ്റെ റൈറ്റ് സൈഡിലാണ്, ഇപ്പുറത്തെ സൈഡിലായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൂചി ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പാസ് ചെയ്തെടുക്കാം ഇതുപോലെ. എന്നിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഒന്ന് കടത്തിയിട്ട് ആ ക്ലസ്റ്റർ സ്റ്റിച്ച് ഭംഗിയിലൊന്ന് സെറ്റ് ചെയ്ത് നിർത്താം. ഇനി നമുക്ക് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി അതുപോലെ മേളത്തെ സ്റ്റിച്ചിൻ്റെയും അടിയിൽ കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു റൗണ്ട്.
ചെയ്യുക. ഇനി നമ്മൾ പാസ് ചെയ്യുമ്പോൾ താഴത്തേക്കൂടെ പാസ് ചെയ്യുമ്പോൾ ഡയഗണലി അപ്പുറത്തെ സൈഡിലേക്ക്, ആ വൈറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം. അപ്പം നേരത്തെ നമ്മൾ നൂലെടുത്തതൊക്കെ കാണാത്ത രീതിയിൽ അതിനേക്ക് ഒന്ന് നീക്കി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം താഴത്തെ സ്റ്റിച്ചിൻ്റെയും മേളത്തെ സ്റ്റിച്ചിൻ്റെയും ഒക്കെ അടിക്കോടെ, ആ നൂലുകളുടെയൊക്കെ അടിക്കോടെ സൂചി പാസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ക്ലസ്റ്റർ സ്റ്റിച്ച് ഭംഗിയിൽ സെറ്റാക്കി നിർത്താം. ഫ്ലഫിയാക്കി ഒരേ ഹൈറ്റിലാക്കി ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താം. അതിനുശേഷം താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിക്കോടെയും മേളത്തെ സ്റ്റിച്ചിൻ്റെയും ആ നൂലുകളുടെയൊക്കെ അടിക്കോടെ സൂചി പാസ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക. അടുത്തത് നമുക്ക് വീണ്ടും താഴത്തെ റോയിലേക്ക് വരണം. അവിടെ നടുക്കിലാണ് ഇനി ഒരു സ്റ്റിച്ച് വരേണ്ടത്. അപ്പം നമ്മളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. അപ്പോൾ സൂചി ആ ലെഫ്റ്റ് സൈഡിലേക്ക് പാസ് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ചിൻ്റെ അടിക്കോടെ ഡയഗണലി പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ക്ലസ്റ്റർ സ്റ്റിച്ചിനെ ഒന്ന് ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഏറ്റവും താഴത്തെ സ്റ്റിച്ചിൻ്റെയും തൊട്ടുമേളത്തെ സ്റ്റിച്ചിൻ്റെയും അടിക്കൂടെ സൂചി പാസ് ചെയ്തെടുക്കുക. ഇതുപോലെ വീണ്ടും സൂചി റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് സ്റ്റിച്ചിനെ ഒന്ന് ഭംഗിയിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എൻഡ് പോയിന്റിലെത്തി. ഇനി ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സ്ട്രേറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 റോൻ്റെ ഏകദേശം നടുവിലായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. ഏകദേശം ഇവിടെയായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് സ്റ്റിച്ചസിനേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്താം. ഇനി പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ രീതി. ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും ഫസ്റ്റത്തെ റോ തുടങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നടുക്കിലേക്കും ഒക്കെ എത്തിയത്. ഇനി ചെയ്യുന്ന രീതിയിൽ അങ്ങനെയല്ല. ഇനി ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ സെൻറ്ററിൽ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് കളർ നൂല് ആവശ്യത്തിന് ലെങ്ത്തിന് കട്ട് ചെയ്തിട്ട് സൂചിമേക്കോടെ കോർത്തു. എന്നിട്ട് 2 അറ്റവും ഒരുമിച്ച് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ, അതായത് ഇപ്പം ഇതിൽ ഞാൻ 10 റോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 5-ാമത്തെയും 6-ാമത്തെയും റോവിൻ്റെ കറക്റ്റ് നടുവിലായിട്ടാണ് സൂചി താഴത്തെ മേളിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുപോലെ ആദ്യം മേളത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് താഴത്തെയും മേളത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ വീണ്ടും ഒന്ന് പാസ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റുക. അതിനുശേഷം നടുക്കിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് കളറായി. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ മാത്രമാണ് ബ്ലാക്ക് കളറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സൂചി ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട്, അതായത് നൂലുകളുടെയൊക്കെ അടിഭാഗത്തേക്കൂടെ കൊണ്ടുപോയിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ആ സ്റ്റിച്ചിനെ ഒന്ന് ഫ്ലഫിയാക്കി നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തിട്ട് കയറി ഇറങ്ങിയിരിക്കുന്ന നൂലുകളൊക്കെ ഒന്ന് സെറ്റാക്കി ഭംഗിയിൽ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ചെയ്ത ആ ക്ലസ്റ്റർ സ്റ്റിച്ചിന് ചുറ്റുമായിട്ട് ഒരു ഡയമണ്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ചുറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് തൊട്ട് മേളിലത്തെ 2 സ്റ്റിച്ചുകളുടെ നടുവിലായിട്ട് സൂചി താഴ്ന്ന് മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് മേളിലുള്ള സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി ഇങ്ങനെ പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴത്തെയും മേളിലത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഒന്ന് സൂചി പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റൗണ്ടായി. ഇനി നമുക്ക് താഴത്തെ റോയിലേക്ക് വരണം. നെക്സ്റ്റത്തെ സ്റ്റിച്ച്. അപ്പോൾ താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം ഒന്ന് എടുക്കുക, സൂചി പാസ് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് സൂചി ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് ഒപ്പത്തിനാക്കി നിർത്തുക. സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ഒപ്പത്തിനാക്കി നിർത്തുക. ഇനി വീണ്ടും താഴത്തെയും മേളിലത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി പാസ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത റോയിലേക്ക് താഴത്തേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം ഒന്ന് പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 2 സ്റ്റിച്ച് വന്നോളും. ഇനി ആ റൗണ്ട് ഉള്ളിൽ കൂടെ ഒന്ന് സൂചി കടത്തി അതൊന്ന് സെറ്റാക്കി വെക്കാം. വീണ്ടും താഴത്തെയും മേളത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഭംഗിയിൽ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് വരേണ്ടത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. അപ്പോഴാണ് ഡയമണ്ട് ഷേപ്പ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഡയഗണലി ഒന്ന് പാസ് ചെയ്തിട്ട് വേണം വരാനായിട്ട് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ. ഡയമണ്ട് ഷേപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം വരാനായിട്ട്. ഇനി നമുക്ക് താഴത്തെയും മേളത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ആയിട്ട് സൂചി ഇതുപോലെ ഒന്ന് പാസ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത് വീണ്ടും താഴത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ജസ്റ്റ് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ മാത്രം ഒന്ന് സൂചി പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മുൻപത്തെ സ്റ്റിച്ചിൽ 2 റൗണ്ട് ആയിക്കോളും. ഇനി വീണ്ടും താഴത്തെയും മേളത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്തെടുക്കുക സൂചി. ഇനി നമുക്ക് താഴത്തേക്കല്ല പോകേണ്ടത്, ഇനി സൈഡിൽ നിന്ന് നമുക്ക് മേളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. ഏറ്റവും താഴത്തെ സ്റ്റിച്ചും ഇതുപോലെ 3 സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക മേളിലേക്ക്.
ഇനി അവിടെയാണ് നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ കാണുന്ന ഇപ്പം നൂല് എടുത്തിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ താഴെയുള്ള സ്റ്റിച്ചിൻ്റെയും അതുപോലെ മേലുള്ള സ്റ്റിച്ചിൻ്റെയും അടികൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക. അത് എങ്ങനെയാണ് റൗണ്ട് ചെയ്യണതെന്നൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സ്റ്റിച്ചിൻ്റെ അടികൂടെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് മേലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ചിൻ്റെ അടികൂടെയാണ് എടുക്കുന്നത്. ഇനി അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 സ്റ്റിച്ചിൻ്റെ അടികൂടെ പാസ് ചെയ്താൽ മതിയാക്കും. അപ്പോൾ ആ കാണുന്ന 2 സ്റ്റിച്ചിൻ്റെ അടികൂടെ പാസ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റൗണ്ടായി. ഇനി നമുക്ക് നേരെ 3 സ്റ്റിച്ചിൻ്റെ മേളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണം. കാരണം ഡയമണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. അപ്പോൾ ഒന്ന് ഡയഗണലി ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ 3 സ്റ്റിച്ചിൻ്റെ അടികൂടെ ഇതുപോലെ സൂചി ഒന്ന് എടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി ഒന്ന് നിർത്തുക. നൂലിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം. കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറമായിട്ടാണ്. ഇനി ആ സ്റ്റിച്ചിൻ്റെയും മേളത്തെ സ്റ്റിച്ചിൻ്റെയും അടികൂടെ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഡയമണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വൈറ്റ് ത്രെഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി സൂചി താഴത്തേക്ക് കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഏകദേശം നടുവിലായിട്ട് ആ സ്റ്റിച്ചിൻ്റെ അടിയിലായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് സ്റ്റിച്ചസ് എല്ലാം ഒന്ന് ഭംഗിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ വൈറ്റ് ഡയമണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡയമണ്ടും കൂടെ ചെയ്തെടുക്കാനുണ്ട് ഇതിന് ചുറ്റും. അത് ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ബ്ലാക്ക് ത്രെഡ് സൂചിയും കൂടെ കോർത്തെടുത്തിട്ട് 2 എൻഡ് പോയിന്റ്സും ഒരുമിച്ച് നോട്ടിട്ട് വെക്കാം. എന്നിട്ട് ഈ പോയിന്റിലായിട്ട് സൂചി താഴത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് പാസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഈ ക്ലസ്റ്റർ സ്റ്റിച്ചിൽ ഞാൻ ആകെ 2 റൗണ്ട്സ് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ത്രെഡ് ഓൾറെഡി 6 സ്ട്രാൻഡ്സിൻ്റെ ആണ്. എന്നിട്ട് അത് സൂചിമിക്കൂടെ കോർത്തിട്ട് 2 അറ്റം കൂട്ടി കെട്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇൻ ഇഫക്റ്റ് 12 സ്ട്രാൻഡ്സ് ഉണ്ട് നമ്മുടെ ത്രെഡിൽ. അപ്പോൾ 2 പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ തന്നെയും അത്യാവശ്യം ഒരു നല്ല 3D ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 റൗണ്ട്സിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനത്തെ ലുക്കാണ് വേണ്ടത്, എത്ര 3D ആയിട്ടിരിക്കണം, എത്ര ഹൈറ്റിൽ വരണം, എത്ര എംബോസ് ചെയ്ത് വരണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡ്സിൻ്റെ എണ്ണവും അതുപോലെ റൗണ്ട്സിൻ്റെ എണ്ണവും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 റൗണ്ട്സ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നമ്മൾ എത്ര വലുപ്പത്തിലുള്ള ഷേപ്പാണ് ഫിൽ ചെയ്തെടുക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് ലെങ്ത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റിച്ചസ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത്രയും നീളത്തിലുള്ള ത്രെഡ് എടുത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് വീണ്ടും ത്രെഡ് എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി അത് ആ ഒരു ഫ്ലോയിൽ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 രീതിയിലാണ് ഇത് ചെയ്തെടുത്തത്. ആദ്യത്തെ ഡയമണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റത്തെ റോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഉള്ളിലേക്കൊക്കെ ചെയ്തു പോവാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഓരോ ഡയമണ്ട്സ് വെച്ചിട്ട് ചെയ്തു പോവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ക്ലസ്റ്റർ സ്റ്റിച്ച് നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയാണ് ഈസി ആയിട്ട് തോന്നുന്നത്, അതുപോലെ നമ്മൾ എത്ര കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.